കോച്ച്, അധ്യക്ഷൻ കെ ജെ ജേക്കബ് അച്ഛൻ, ബഹുമാന സർവകാര്യ രജിച്ച കോച്ച്, വിശ്വാസികളുടെ സമൂഹം 3 വർഷക്കാലം ഈ ഇടവേള നയിച്ച് വികാരി അച്ഛന്മാർക്ക് യാത്രയ്ക്ക് നൽകുവാനാണ് നാം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവിടെ കൂടിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനാണ് എനിക്ക് വിശുദ്ധ വൈകിയ കർത്തവ്യം. അതിന് ഏതായാലും വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചു കൊടുക്കട്ടെ. 2021 ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇവിടെ ചാർജെടുക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ആഗോള ക്രൈസ്തവ സംഭവം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം പള്ളിയിലേക്കുള്ള പ്രവേശനം പോലും നിയന്ത്രിക്കപ്പെട്ട കാലം, വിശുദ്ധ കുർബാന ടിവിയിലേക്കും മൊബൈലിലേക്കും ചുരുങ്ങിയ കാലം, സോഷ്യൽ മീഡിയയുടെയും മറ്റ് നവമാധ്യമങ്ങളുടെ അതിപ്രസരം നിറയുന്ന കാലം, അങ്ങനെ ഒരു കാലത്ത് നിന്ന് വിശ്വാസികളെ പള്ളികളിലേക്ക് എത്തിക്കുന്ന സമുദ്രമായ ദൗത്യമായിരുന്നു ഓരോ പുരോഹിതനും വിശുദ്ധമായ നഗരിയിലേക്ക് കടത്തുകയും നമ്മുടെ പള്ളി ഈ കോവിഡ് കാലത്ത് നമുക്ക് നേടി സാധാരണ ആരാധനയിലേക്ക് മഴ വീഴുകയും ചെയ്തു. വർദ്ധിച്ച വിശ്വാസത്തോടെയും ആത്മീയതയോടെയും ഇടവ വീണ്ടും സജീവമായി. ഇടവയെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഏറെ ഉന്നതരിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛനെ സാധിച്ചു. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുക്കിയ വാക്കുകളുടെ 1 കാര്യങ്ങൾ അറിയിച്ചോട്ടെ. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിച്ചോളാം. ഒന്ന്, ഈ കോവിഡ് ആലസ്യത്തിൽ തുടർന്ന ഇടവയെ നമ്മുടെ ക്രിസ്മസ് കരോട് വഴി ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വത്തിൽ ഓരോ ഭവനവും സന്ദർശിച്ച് നമ്മൾ ഊർജ്ജസ്വതരാക്കി എന്ന് വേണം പറയാം. 10 ആണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഇടവ ഒന്നായിട്ട് ഒരു ക്രിസ്മസ് കരോട് ഇറങ്ങി എന്നത് എക്കാലത്തേക്ക് നമുക്കൊരു മാതൃക തന്നെയാണ്. നമ്മുടെ ഇടവയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഓഫീസും വിശ്രമ മുറിയും എല്ലാം കൂടി ചേർന്ന് വളരെ അസൗകര്യത്തിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ മുൻകൈ എടുത്ത് അന്നത്തെ ഭരണസമിതി നേതൃത്വത്തിൽ മനോഹരമായ രീതിയിൽ ഓഫീസ് സെക്രട്ടറിയെ മുറികൾ ക്രമീകരിക്കുകയും ചെയ്തു. ഇതുമൂലം അച്ഛന്മാർക്ക് നല്ല വിശ്രമ മുറി ലഭിച്ചു, നമുക്ക് നല്ല ഡൈനിങ് ഹാൾ ലഭിച്ചു. ഈ മനോഹരമായ ഈ ദേവാലയം 2012 ഉദാശ ചെയ്യപ്പെടുകയും അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ ഈ നമ്മുടെ മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്ത് പൂർത്തിയായപ്പോഴാണ്. അതിനായിട്ട് മുന്നിട്ടിറങ്ങി ഈ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ എത്തിച്ചേർന്ന് വൈകുന്നേരം പണിയാൻ പോകുന്നത് വരെ ഇതിനെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഇത്രയും ഭംഗിയാക്കാൻ സാധിച്ചത്. അതിനുവേണ്ടി അച്ഛനൂടെ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലാണെങ്കിൽ എല്ലാ ആഴ്ചകളിലും കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലും കമ്മിറ്റി കൊണ്ടുവരാൻ വിലയിരുത്താനായിട്ട് അങ്ങനെ വളരെ വിജയകരമായിട്ട് ഈ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. അതോടൊപ്പം അതേസമയം തന്നെ നമ്മുടെ പള്ളിയുടെ പെയിന്റിംഗ് കൂടി പൂർത്തിയാക്കാൻ സാധിച്ചതും ഈ സമയത്ത് ഓർക്കുന്നു. നമ്മൾ ഏതൊരു ഇടവകയുടെയും ഭരണസമിതിയുടെയും വലിയ പ്രയാസങ്ങളൊന്നാണ് നമ്മുടെ ഇടവകയുടെ കടങ്ങൾ. നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ള ബോണ്ടുകൾ ബഹുമാനപ്പെട്ട അച്ഛൻ മുൻകൈ എടുത്ത് കൊടുക്കാൻ സാധിച്ചു എന്നത് നമുക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബാധ്യതകൾ നമ്മൾ മുക്തമായി എന്ന് വേണം പറയാൻ. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപയുടെ കടം നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ വരുമ്പോഴുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാ കടങ്ങളും തീർന്നിരിക്കുകയാണ്. നമ്മളെ ഇടവയിലെ ആളുകളുടെ പണം തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യഥാസമയം നടത്തുന്ന കഠിന ശ്രമങ്ങൾ കൊണ്ടാണ് ഈ പണമെല്ലാം പള്ളിക്കാരത്തിലേക്ക് എത്തുന്നത്. പരിശുദ്ധ മധുവായുടെ നിന്ന് പടിഞ്ഞാറുകളിൽ നിന്ന് അച്ഛൻ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴും ജനം അതിന് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും ഉചിതമായ രീതിയിൽ ചെലവാക്കുന്നതെന്ന് ഉറപ്പുള്ളതോട് മാത്രമാണ്. പിന്നീട് പറയാനുള്ളത് ഏതൊരു ക്രൈസ്തവ വിശ്വാസിയുടെ അടിസ്ഥാന വികാരങ്ങളിൽ ഒന്നാണ് കലറ. വിവിധ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി നാം എടുക്കുന്ന തീരുമാനം മൂലം പുതുതായിട്ട് കലറ അനുവദിക്കാൻ നമുക്ക് സാധിക്കുവാനില്ല. ആ സ്ഥാനത്ത് നമ്മുടെ എക്കാലത്തെ ആവശ്യങ്ങൾ എടുക്കുവാൻ തക്കോണം കലർ നിയമം പാസ്സാക്കാൻ സാധിച്ചു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നേരെ ബുദ്ധിമുട്ടിയാണ് ഈ വ്യവസ്ഥകൾ തയ്യാർ ചെയ്തതും അവതരിപ്പിച്ചതും തുടർന്ന് പൊതുയോഗം കൈക്കൊണ്ടതിന് അംഗീകാരം നൽകി ഈ കലർ നിയമം പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഇതുമൂലം നമുക്ക് പൂർവികരുടെ കലർ ഉപയോഗിക്കാൻ സാധിക്കുകയും കൂടാതെ നിലവിൽ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്കായിട്ട് എല്ലാ കലറുകളും നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ മുൻകൈ എടുത്തു. അതിന്റെ പ്രോസസ്സ് ഇപ്പോൾ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. സൗണ്ട് സിസ്റ്റം മാറിയത്, പള്ളിയിലെ കാപ്പറ്റുകൾ മാറിയത്, മധുവായിലെ കാപ്പറ്റ്, ചിത്തോല, വീക്കൂട്ട, ചർച്ചിക, ഇതെല്ലാം പുതുതാക്കാൻ നമുക്ക് സാധിച്ചു. ഇതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഓരോ വ്യക്തികളും സംഘടനകളുമായി സംഭാവന നൽകിയതാണ്. ഇതിന്റെ മുഴുവൻ തുകയും നമ്മുടെ പള്ളിക്കാരത്തിൽ എടുക്കാതെ വ്യക്തികളും സംഘടനകളും നൽകിയ സംഭാവനയാണ്. അച്ഛൻ്റെ ആഹ്വാന പ്രകാരം പലരും നൽകിയ സംഭാവനകളോടാണ് ഇതെല്ലാം സാധിച്ചത്. പ്രത്യേകിച്ച് കാപ്പറ്റൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിയാണ് നമുക്ക് സംഭാവന നൽകിയത്. ഇതൊക്കെ അച്ഛൻ്റെ ആഹ്വാന പ്രകാരം നടന്നതാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയാം. ഇടവകയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കാര്യങ്ങളിൽ ധാരാളം കൂട്ടായ്മകൾ നടത്തിയുണ്ടായി. 10 സമയത്തിന് നിരവധി പ്രോഗ്രാമുകൾ, കുട്ടികൾക്കായുള്ള മാലാഖയുടെ പ്രോഗ്രാം, ക്രിസ്മസിന്റെ കൂട്ടായ്മകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കോവിഡ് കാലം ഏറ്റവും
പ്രതിസന്ധി നിറഞ്ഞാണ് ഇന്ന് വിശകലനം ചെയ്യപ്പെടുന്നത്. സഭാ മേലധ്യക്ഷന്മാരും അവർ സാരികൾ പറയുന്നതിനേക്കാളും നമുക്ക് നവമാധ്യമങ്ങളെയാണ് വിശ്വാസം. ഇത്തരം പ്രതിസന്ധികളിടയിലും മുന്നോട്ട് ലഭിക്കുന്ന ഓരോ പള്ളികളും തങ്ങളുടെ കർത്തവ്യം നിരന്തരമായി നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ജീവച്ചൻ ദുരന്തത്തിന് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ കൂടെ സെക്രട്ടറിയായി യോഗയിൽ ചേർന്ന് കിട്ടിയ അവസരത്തിന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളായിട്ട് കരുതുന്നു. കൂടാതെ ജീവച്ചൻ 1 വർഷം പെരുന്നാൾ കണ്ണുമായി സേവനം ചെയ്യാൻ സാധിച്ചു. ഈ കാലയളവുകളെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ തന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ഈ കാലവും കണ്ടുപോകും. ഓരോ കാലത്തിലും ഈ ഇടവയുടെ നടത്തിപ്പിനായിട്ട് വരുന്ന അച്ഛന്മാരെ തമ്പുരാൻ ഏർപ്പെടുത്തും. പക്ഷെ ഈ കാലം എന്നും ഓർമ്മയുണ്ടാകും. ഈ 3 വർഷത്തിലെ പള്ളിയുടെ സുവർണ്ണ കാലഘട്ടം വിശേഷിപ്പിക്കും. പല ആളുകളും എന്നോട് പറയണം എന്നാവശ്യപ്പെട്ട ഒരു വാക്ക് ഞാൻ ഒരിക്കൽ കൂടി അടിയോരത്തിലേക്ക് പറയാണ്. ഇത് പള്ളിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. അതിന്റെ നല്ല ദൃഷ്ടാന്തങ്ങൾ ഇന്നും നമ്മൾ ചുറ്റിനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. സഹോദര ആശംസിക്കാനുള്ള എന്റെ കർത്തവ്യം ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ ഇടവകയിലെ സീനിയർ വൈദികനെ ഉടനെ കേൾക്കപ്പച്ചനാണ്. അച്ഛനെ ഈ ഇടവകയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് നമ്മുടെ ഇടവകയിലായി ഈ ചാക്കോ അച്ഛനെ ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് നമ്മുടെ സഹോദരനായി ചാക്കോ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിലെ കഴിച്ചിരിക്കുന്ന ട്രസ്റ്റി ശ്രീ രാജഭരണപതി വീട്ടിനെ യോഗത്തിലെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം എല്ലാവരും സജീവരാണ്. അവരെ എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ വിവിധ ആധ്യാത്മിക സംഘടന ഭാരവാഹികളും ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ ഇടവകയിലെ വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരെയും എന്റെ സ്വന്തം നാമത്തിൽ ഇടവകയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊടങ്ങാമേക്കപ്പച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വിശിഷ്ടാധികാരികളും നാമയുടെ സന്നിഹിതരായിരിക്കുന്നവർ 3 വർഷക്കാലമായി വിദ്യാർത്ഥിയായിട്ട് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ്റെയും 2 വർഷമായി സേവനം ചെയ്യുന്ന ചാക്കോ അച്ഛൻ്റെയും യാത്രയയത്തിൽ സംബന്ധിക്കുക എന്നതാണ്. ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാനായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ യാത്രയയപ്പോഴൊക്കെ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട ഭക്തന്മാർ നമ്മോടൊത്ത് എപ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വേണം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇവയിൽ ഇവർ രണ്ടുപേരും കൃത്യമായ സേവനം അനുഷ്ഠിക്കുകയെന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് യാതൊന്നും എനിക്ക് പറയുവാനില്ല. ആ സുസ്ഥിരമായ സേവനത്തിനെ നിലനിർത്താൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തമായ അനുഭവം ദൈവത്തെ നിലർന്നു കൊടുക്കും. ഒരു വട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുൻപോട്ട് ഗമിക്കുന്നവനെന്നാണ്, മുൻപിൽ നിർത്തുന്നവനെന്നാണ്. മുൻപോട്ട് ഗമിച്ച് ഏവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്നതായ സാഹചര്യമാണ് ബഹുമാനപ്പെട്ട ഈ വൈദ്യർക്ക് കാണാൻ സാധിക്കുന്നത് എന്നത് സ്പഷ്ടമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നായിക്കൊണ്ടവരെ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പാപിനെ പോലെ ബുദ്ധിയുള്ളിൽ പ്രാവിനെ പോലെ നിഷ്കളങ്കരമായി തോൽവിയിൽ നിന്ന് കർത്താവിന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത പ്രകാരം ഔചിത്യ ബുദ്ധിയോടും നിഷ്കളങ്ക മനസ്സോടും ഇവർ ധാരാളമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. ക്രിസ്തുവിൽ ഒന്നായിക്കൊണ്ട് ഏവരും ജീവിക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രിസ്തുവിൽ ഒന്നാവുക. അപ്പോൾ എല്ലാമായ സാഹചര്യങ്ങളും നമുക്ക്
ദൈവം ഇതിനാൽ എത്തിച്ചേരും എന്നതിന് യാതൊരു സംശയമില്ല. അധ്യാത്മികമാകുന്ന സംഘടനകൾ കൂടുതലായിട്ട് ഈ വൈദിക പ്രവർത്തിച്ചു എന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതായ ഒന്നാണ്. ദൈവത്തിരുനാമത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ റവറന്റ് ഫാദർ കെ ജി ജേക്കബ്, നമ്മുടെ വികാരി ഫാദർ ജിനു ചാക്കോച്ചൻ, സഹവികാരി റെജിൻ സി ചാക്കോച്ചൻ, നമ്മുടെ സെക്രട്ടറി ലിയോ ജേക്കബ്, ശുശ്രൂഷകരെ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രതിനിധികൾ, സ്നേഹമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും നമ്മൾ കരകയറുന്ന സമയത്താണ് നമ്മുടെ വികാരി ജിനു ചാക്കോച്ചൻ ഈ ദേവാലയത്തിലേക്ക് വരുന്നതും തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ആരംഭിക്കുന്നതും ആ സമയത്താണ്. 3 വർഷക്കാലം നമുക്ക് സുദൃഢമായ സേവനം അനുഷ്ഠിച്ച്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി ആരാധന അർപ്പിച്ച്, സഭയുടെ നിയമപ്രകാരം വേറൊരു ഇടവകയിലേക്ക് യാത്രയായി പോകുന്ന ജിനോ ചാക്കോച്ചനെയും റെജിൻ സി ചാക്കോച്ചനെയും ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അനുഗ്രഹീതമായ ഈ ദിനത്തിൽ ഏറെ നന്ദിയോടെ നാം ഇവിടെ എത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 6 മാസക്കാലം മാത്രമേ ഇവരോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാതെ യാദൃച്ഛികമായി 23-24 അവസാന 3 മാസവും ഇന്ന് വരെയുള്ളത് കൂട്ടിയാണ് ഈ 6 മാസം. ഇത്രയും ചുരുക്ക സമയത്ത് മാത്രമേ ഈ വൈദികരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു. എങ്കിലും ഏതിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ പരസ്പര ധാരണയും ഉത്തരവാദിത്വവും എന്താണ് എന്ന് അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. യഹോവയുടെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പ്രകാരം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജിനുവച്ചൻ ഈ ദേവാലയത്തിന്റെ പ്രധാന കാവൽക്കാരനായി നിന്നുകൊണ്ട് ആധ്യാത്മികവുമായ പ്രവർത്തനത്തോടൊപ്പം ആവശ്യമായ വികസനവും ദേവാലയത്തിനകത്തും ദേവാലയത്തിന് പുറത്ത് നടപ്പാക്കുവാൻ അച്ഛന്റെ ശ്രമം തുടങ്ങി. അച്ഛനെ സംബന്ധിച്ച് സമൂഹത്തിൽ വളർത്തിയെടുത്ത സ്വാധീനത്തിലാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചത്. അത് ഒരു പൈസ പോലും തനത് മണ്ണിനെ ഉപയോഗിക്കാതെ ഇടവകയിലെ പുരോഗതി ചിന്തിക്കാതെ ഉള്ള കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആവശ്യമായ തുക സംഭരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു. ഇതെല്ലാം ഇവിടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് അച്ഛൻ സംശയിച്ചിരിക്കാം. എന്നാൽ ക്രിയാത്മകമായി എല്ലാ വികസനത്തെ കാണുകയും ശക്തമായ ഒരു തീരുമാനവും കൃത്യസമയത്തുള്ള ഇടപെടലുമാണ് ഈ വിജയത്തിന്റെ എല്ലാ കാരണം. 2012 ചെയ്തപ്പെട്ട ഈ ദേവാലയത്തിന്റെ പള്ളി പരിസരവും കുറ്റമെല്ലാം വൃത്തിയാക്കണമെന്ന് അതിനുശേഷമുള്ള പല വൈദികർ ആഗ്രഹിച്ചുവെങ്കിലും സാങ്കേതികമായ ഓരോരോ തടസ്സങ്ങൾ വന്ന് അത് നടക്കുവാൻ വയ്യാതെ പോകുകയായിരുന്നു. ആ സമയത്ത് ഞാൻ സെക്രട്ടറിയായും ട്രസ്റ്റിയായും കമ്മിറ്റി അംഗമായും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അന്നുള്ള വൈദികരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നടത്തുവാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണ്. 2015 ചെറിയൊരു പ്രവർത്തനം നടത്താൻ വെള്ളിയാഴ്ച നടത്തിയെങ്കിൽ സാധിച്ചു. അതായത് നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഡോക്ടർ അനിയന്റെ വസ്തു വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു. ഞാൻ അന്നത്തെ വെള്ളിയാഴ്ചയോട് ഡോക്ടർ ഭവനിൽ പോയി അത് വാങ്ങാനുള്ള ആരംഭിച്ചു. എന്നാൽ സാമ്പത്തികമായ സ്ഥിതി നോക്കിയപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ 41 വീടുകളിൽ പോയി പലിശരഹിതമായി തുക വാങ്ങി ആ വസ്തു വാങ്ങിക്കുവാൻ സാധിച്ചു. അങ്ങനെ ആ തുകയിൽ കുറച്ച് 18 ലക്ഷത്തോളം നമുക്ക് കട വീട്ടുവാനുണ്ടായിരുന്നു. തന്നെ തുടങ്ങിയ ആ ഭിന്നിപ്പ്
ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അച്ഛൻ വന്നപ്പോൾ ആത്മീയവർക്ക് ഉദകമാണെന്നും അതിനെ കൊണ്ടുപോകേണ്ട എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ട നടപടി അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ ഇത്രയും വലിയ പള്ളിയിൽ ചില പ്രശ്നങ്ങൾ, ചില വ്യക്തികളുടെ അങ്ങനെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ സമാധാനമായി കൊണ്ടുപോകാൻ, എല്ലാവരെയും ഒത്തുപൊരുമിച്ച് കൊണ്ടുപോകാൻ അച്ഛൻ ശ്രമിച്ചു. എന്നാൽ ചില കാര്യങ്ങളിൽ മാത്രം അച്ഛന് സാധിച്ചില്ല. ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആ പ്രാർത്ഥനയോഗത്തിന്റെ കാര്യത്തിൽ മാത്രം അച്ഛന് അത് ശരിയാക്കി എടുക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി രണ്ട് പ്രാർത്ഥനയും ഒരുപാട് കൊണ്ടുപോകാൻ അച്ഛൻ കഴിഞ്ഞുവെന്ന് ഈ സമയത്ത് ഓർക്കുകയാണ്. നല്ല കഴിവുള്ള ഒരു വൈദികനായി അസിസ്റ്റന്റ് വികാരി രജിൻസി ചാക്കോച്ചനെ വാർത്തെടുത്തു. നമ്മുടെ ജിമ്മി ചാക്കോച്ചനും രജിൻസി ചാക്കോച്ചനും പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിച്ച് ഹൃദയപൂർവമായ രണ്ടുപേരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രണ്ടച്ഛന്മാരുടെയും പ്രവർത്തനത്തെ പറ്റി പറയാൻ ഇനി വളരെയധികം ഉണ്ട്. സമയക്കുറവുകൾ ഞാൻ നിർത്തുന്നു. ഇടവകയുടെ ഒരു 3 വർഷത്തെ അനുഭവ സാക്ഷ്യമായി മാത്രമേ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഒന്നുമില്ലാത്ത കാര്യങ്ങളെ ഉയർത്തി പറയുവാനോ അല്ല ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞു. പുതിയ ഇടവകളിലേക്ക് പോകുന്ന 2 വൈദികർ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പല ഇടവകളിലും അവരുടെ സേവനം ലഭിക്കട്ടെ. അവർ പോകുന്ന ഇടവയിൽ അവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. രണ്ടച്ഛന്മാരുടെയും കുടുംബത്തെയും പ്രത്യേകിച്ച് അച്ഛന്മാരെയും അവരുടെ പള്ളിയോടുള്ള സഹകരണത്തെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരെ ഈ ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവകാശങ്ങളും നേർന്നു പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആദരണീയായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, 2-3 വർഷക്കാലം നമ്മുടെ ഇടവകയിലെ സുദീർഘമായ സേവനം ചെയ്തിട്ട് ഇടവികാരി ബഹുമാനപ്പെട്ട ജിമ്മി ചാക്കോച്ചനും സഹവികാരി രജിൻസി ചാക്കോച്ചനും ഇന്ന് കാൺഫറാണ്. അവർക്ക് സംയുക്തമായ ഒരു യാത്രയപ്പ് നൽകാൻ വേണ്ടിയാണ് നമ്മളിലൂടെ സമ്മേളനം കൂടിയിരിക്കുന്നത്. എബ്രായരുടെ ലേഖനം മിസ്റ്റർ പൗലോസ് അതിന്റെ 5 ആരംഭം പറയുന്നുണ്ട്. മനുഷ്യരുടെ നിൽക്കുന്ന ഏത് മഹാപുരോഹിതനും തനിക്കും തന്റെ ജനങ്ങൾക്കും വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഞാൻ തുടർന്ന് പിന്നെയും വായിക്കുന്നു, അവരവരെ പോലെ ദൈവം നിയോഗിച്ചവനല്ലാതെ തിരഞ്ഞെടുത്തവനല്ലാതെ ആരും ആ സ്ഥാനത്തേക്ക് വരുന്നില്ല. ഈ ബഹുമാനപ്പെട്ട വൈദികര് തീർച്ചയായിട്ടും ദൈവനിയോഗപ്രകാരം ദൈവത്താൽ തിരഞ്ഞെടുപ്പെട്ടവരാണ് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ദൈവാചാര്യയുടെ ചാർജെടുത്ത മുതൽ കഴിഞ്ഞ 3 വർഷക്കാലവും കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം അച്ഛനും കൂടെ സഹവികാരിയായിട്ട് പ്രവർത്തിച്ചു. ഈ കാലഘട്ടങ്ങളിലൊക്കെ അവരോട് ചേർന്നുകൊണ്ട് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയുടെ സുവർണ കാലമായിരുന്നു. അത് തങ്കലിപികളിൽ രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് പാൻഡമിക് കഴിഞ്ഞിട്ട് യാതൊരു ഫണ്ടുമില്ലാത്ത സമയത്താണ് അച്ഛനോട് ചാർജെടുത്തത്. ഈ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അച്ഛന് പല വിധത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചു. അതിന് പ്രകാരം കരോൾ സർവീസ് നടത്തി, വീടുകളിൽ പോയി ഫണ്ട് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഫണ്ട് ഏർപ്പെടുത്തി അത് ശരിയായ രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുകയും ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ അച്ഛൻ നിർണായകമായ പങ്ക് വഹിച്ചു. നമുക്ക് അറിയാം, നമ്മുടെ ജീവിതയാത്രയിൽ പലരെയും നമുക്ക് അടുത്ത് വെച്ച് കണ്ടുമുട്ടും. ചിലരുടെ കാര്യങ്ങൾ മാത്രമേ, ചിലരെക്കുറിച്ച് മാത്രമേ നമ്മൾ എക്കാലം ഓർക്കാറുള്ളൂ. അവർ പറഞ്ഞ ചില പ്രത്യേക കാര്യങ്ങൾ, ചില തമാശകൾ, അവരിടപെട്ട രീതികളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തങ്ങിയിരിക്കും. അങ്ങനെ ചെന്നൂർക്കാർക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു കാലമാണ്
ബഹുമാനപ്പെട്ട ബിന്ദു ചാക്കാച്ചന്റെ വികാരിയായിരുന്ന സമയവും അതുപോലെ തന്നെ റെയിൻസി ചാക്കാച്ചന്റെ കാലവും അത് ഞങ്ങൾ ഇടവയ്ക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റും. അത് നമ്മുടെ സ്മരണയിൽ ഇരിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല. ഈ തരുണത്തിൽ നമ്മുടെ നേട്ടങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ സെക്രട്ടറി ട്രസ്റ്റി മറ്റുള്ളവർക്ക് അത് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല. നമ്മുടെ ഈ തരുണത്തിൽ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ അതുപോലെ തന്നെ ഇടവയിലെ 838 കുടുംബങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ 4000ഓളം വരുന്ന ജനങ്ങളുടെ പേരിൽ അച്ഛനും കുടുംബത്തിൽ ഇനി ചാക്കാച്ചനും റജീസി ചാക്കാച്ചനും ഉള്ള അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സഭയുടെ പിന്മാരിയിൽ വീണ്ടും പൗരത്വ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി മാത്രമറിയ സമാജത്തെ പ്രതിനിധിച്ച് ശ്രീമതി രേഷ്മ ചെയ്യുന്നു. എത്രയും ആദരണീയരായ സെക്രട്ടറി സ്നേഹമായ സമാജവിശ്വാസികളെ, ഇവിടെ സെക്രട്ടറിയായിരിക്കുന്ന അച്ഛൻ്റെ കൊച്ചമ്മമാർ, കുട്ടികൾ എല്ലാവരെയും വളരെ സ്നേഹമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ജിനു അച്ഛനും റിജിനച്ഛനും ഒരു യാത്രയെന്ന് പറഞ്ഞാൽ പേരല്ല. അതാണ് നമ്മൾ ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രസിഡന്റും സെക്രട്ടറിയും പ്രസംഗിച്ച ആളും എല്ലാവരും അതേപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. നമുക്കതേ പറയാനില്ല. എന്നാലും ചെറിയ വാക്കുകളൊക്കെ ഞാനിതിന്റെ പ്രക്രിയയിലേക്ക് കടക്കട്ടെ. ബഹുമാനപ്പെട്ട ജിനു അച്ഛനും റെജിനച്ഛനും പള്ളിയെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവര് ഈ പള്ളിയെന്ന് പറഞ്ഞാൽ പള്ളിയുടെ അങ്കണം മുതൽ പള്ളിയുടെ മധുവ വരെ ഒരുപോലെ അതിനെ അണിയിച്ചൊരുക്കി ഒരു മണവാട്ടി കണക്കെ പള്ളിയെ അതിസുന്ദരമായി ഒരുക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മധുവായിലെ അച്ഛന്റെ കുർബാനയ്ക്ക് കയറി കഴിഞ്ഞാൽ അച്ഛന്റെ പ്രാർത്ഥന, അച്ഛന്റെ കുർബാന, വിശുദ്ധ കുർബാന, അച്ഛന്റെ പാട്ട്, അച്ഛന്റെ പ്രസംഗം, അച്ഛന്റെ ഓരോ പ്രസംഗത്തിലും ഓരോ കഥകളുണ്ട്. നമ്മൾ അച്ഛൻ ഈ കഥയൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചാൽ പോലും നമുക്ക് ഒരു കഥ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാർപ്പറ്റെല്ലാം ഇരിക്കുന്നത് റെഡിയാക്കി നിങ്ങൾക്ക് തരും. അങ്ങനെ എല്ലാത്തിനും ഈ പള്ളി സംബന്ധമായി ഈ വിളക്ക്, ചുറ്റുവിളക്ക് നോക്കിക്കേ. ചുറ്റുവിളക്കിനകത്ത് ഇതെല്ലാം ഒന്നും ചേർന്ന് കഴിക്കാൻ പറ്റത്തില്ല. അതിന്റെ താഴെ കാർപ്പറ്റെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അതിന്റെ പാത്രങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും മൈക്ക് സെറ്റിന് കുറെ സ്ഥലം നടന്നു. അതും എല്ലാം അച്ഛന്മാരുടെ ഒറ്റ ഒരു സമർഥ്യം കൊണ്ട് അത് നടന്നു കിട്ടി. അച്ഛൻ എല്ലാത്തിനും ഞങ്ങൾക്ക് താങ്ങും കണ്ണനുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സ്ത്രീ സമാജത്തെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ സ്ത്രീ സമാജത്തിന് ഒത്തിരി പ്രചോദനമാണ്. രണ്ടച്ഛന്മാർ, ഒരച്ഛൻ പറയാൻ പറഞ്ഞത് ദിവ്യച്ഛന്റെ കൂടെ 2 വർഷം കൊണ്ട് ദിവ്യച്ഛനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടച്ഛന്മാർ സ്ത്രീ സമാജത്തെ പറ്റി പറഞ്ഞാല് ഞങ്ങളിവിടെ ഭയങ്കര ഈ പള്ളിയിൽ തന്നെ ഒരു 10 സ്ത്രീ സമാജത്തിന്റെ ഗ്രൂപ്പുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്. ഞങ്ങൾ വന്നതിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ദിവ്യച്ഛൻ വന്നതിന് ശേഷം പക്ഷെ ആ ഗ്രൂപ്പ് കുറഞ്ഞ് സൃഷ്ടിച്ച് ഒരു 5 ഗ്രൂപ്പ് ഇതിലോട്ടായി. ആ 5 ഗ്രൂപ്പ് ഈ ദിവ്യച്ഛൻ വന്നതിന് ശേഷം അത് ഇച്ചിരി പച്ച പിടിച്ച് വികസിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസിനോട് സംബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതിനോട് സംബന്ധിച്ച് ഞങ്ങൾക്കും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തി. അതൊരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ആ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആ ചലഞ്ച് ഞങ്ങൾ അച്ഛൻ ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഞങ്ങളുടെ കാര്യം ഫൈനലായിട്ട് നടക്കും. അതിന് അച്ഛൻ നിങ്ങൾക്ക് പേടിക്കണം. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അച്ഛൻ
അച്ഛന്റെ ആ ചലഞ്ച് കാരണം ഞങ്ങളുടെ ആ ഫുഡ് ടെസ്റ്റ് എല്ലാം നല്ലതായിട്ട് നടത്തി. ഞങ്ങൾക്ക് വലിയ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഒരു ഓണസദ്യ നടത്തി. ഓണസദ്യയ്ക്കും അച്ഛന്റെ പിന്തുണ മുഴുവനും ഉണ്ടായിരുന്നു. പലരും അതിനെ എതിർത്തെങ്കിലും അത് എത്ര ഭംഗിയായിട്ട് നടന്നെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നാടിന്റെ കാര്യങ്ങൾ ഒരു 1000 പേരിൽ കൂടുതൽ പേർക്ക് സദ്യ നടത്തി. 1000 പേരിൽ നിന്ന് 1000 പേർക്കുള്ള കൂപ്പൺ വിറ്റു എന്നുള്ളതാണ്. കൂപ്പൺ വിറ്റു എന്ന് പറഞ്ഞാൽ കൂപ്പൺ ഓരോരോ ഭവനങ്ങളിൽ ഞങ്ങൾ പോയി ഓരോ വീട്ടുകാരുടെ കയ്യിൽ കൊടുത്തിട്ട്, പക്ഷെ ഈ കൂപ്പൺ സ്നേഹ സമ്പന്നരായ നമ്മുടെ ഇടപാടുകളെല്ലാം വാങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വിജയിക്കാൻ സാധിച്ചത്. ദൈവത്തിന്റെ എനിക്ക് മുമ്പേ വന്നവരെല്ലാം വിഭവസമൃദ്ധമായ സദ്യകൾ ആശംസകൾ പറയുന്നത്. എന്റെ അവസാനം തന്നെ വെച്ചത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കലെന്നുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്റെ പേര് അവസാനം വെച്ചെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ആശംസ പ്രസംഗം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എനിക്ക് വന്യ വൈദ്യ ശ്രേഷ്ഠനെ കുറിച്ച് 2 വാക്ക് സേവാ സംഘത്തിന് വേണ്ടി പറയുന്നതുകൊണ്ട് പറയേണ്ട അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഈ പേരിൽ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട ജീവനത്തിലൂടെ കഴിഞ്ഞ 3 വർഷക്കാലം എനിക്ക് ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നാൽ സേവാ സംഘത്തിനെ അപേക്ഷിച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലം ജീവനത്തിലൂടെ പ്രവർത്തിച്ചത് ഏറ്റവും ബഹുമാനായ VC മാത്യു ആണ് പടകടത്താണ് കമ്മിറ്റിക്കായിട്ട് പ്രവർത്തിച്ചത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് അതിന്റെ കൂടെ സേവാ സംഘത്തിന്റെ കൺവീനറായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എനിക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഏതൊരു വ്യക്തി അച്ഛൻ്റെ അടുക്കൽ വേദന അറിയിച്ചുകൊണ്ട് എന്തൊരു ആവശ്യം സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ അർഹരായവർക്ക് അച്ഛൻ സഹായം ചെയ്തു കൊടുക്കാനായിട്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പിന്നെ ജീവിതത്തിനോടൊപ്പം വലിയച്ഛൻ 2 വർഷക്കാലം നമ്മുടെ ഇടയിൽ വന്നു സേവനമനുഷ്ഠിച്ചു. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വൈദ്യ പദവി കേട്ടുകഴിഞ്ഞ് ആദ്യത്തെ ഇടവകയെന്ന് ശിശുപ്രിയായി വന്നിരിക്കുന്ന ഇടവയെന്ന് പറയുന്നത് നമ്മുടെ ഇടവകയാണ്. അച്ഛനെ ചെക്കിപ്പടിയെ സംബന്ധിച്ച് ഒരു കാലത്തും മറക്കാൻ സാധിക്കത്തില്ല. ബഹുമാനപ്പെട്ട ജീവനത്തിലൂടെയുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൽ ബഹുമാനപ്പെട്ട വെടിയച്ഛനെ ഒരു വികാരിയായിട്ട് അടുത്തൊരു പള്ളിയിൽ ചാർജെടുക്കാൻ സാധിക്കുന്നുള്ളതും ഈ പള്ളിയുടെ അനുഗ്രഹമാണ്. 2 അച്ഛന്മാർക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ജീവിതത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവേള ഏതൊരു നല്ല പ്രവർത്തനങ്ങൾക്കും അച്ഛന് മനസ്സിലാഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ദൈവം അച്ഛന് ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. എന്നാൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച വെട്ടിവെച്ചത് കൂടെ ഇരുന്ന് ഇടവേക്ക് യാതൊരു ബാധ്യതയില്ലാതെ എല്ലാവിധ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തെന്നുള്ള ശ്രദ്ധയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ സേവാ സംഘത്തിന്റെ വീട്ടിലും ഈ ഇടവേളയിലും അച്ഛനും 2 അച്ഛന്മാർക്കും കുടുംബങ്ങൾക്കും എല്ലാവിധ യാത്രാ ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ യാത്ര പറഞ്ഞുകൊടുകയില്ല. തുടർന്നും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും 2 അച്ഛന്മാരും ഞങ്ങളോടൊപ്പം കാണുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നിർവഹിക്കും. നമ്മുടെ ഈ വിശുദ്ധ ദിവസങ്ങളിൽ 3 വർഷക്കാലം വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ വലിയ വൈദ്യർക്കുള്ള യാത്രയെ സംഘടന ഇവിടെ പ്രസംഗിച്ച എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഒരു എങ്കിലും നമ്മുടെ അച്ഛൻ വളരെ ദീർഘവീക്ഷണമായിരുന്നു വ്യക്തിത്വം. ഇബ്രാഹിമിന്റെ പണ്ടത്തെ നിർദ്ദേശങ്ങൾ പോലെ കഠിനാധ്വാനം ദീർഘവീക്ഷണവും കർശനമാണ്. ഇത് 3 അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം അച്ഛൻ്റെ കാലെടുത്ത് 2023 അന്ന് പാകിസ്ഥാനിന്റെ റിസർവേഷൻ നടത്തി അന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ പദ്ധതി തയ്യാറാക്കിയ അച്ഛനാണ്. അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ പോകുമ്പോൾ ഈ
കടകളെല്ലാം വീട്ടിൽ ഈ ബോഡിയും സൗകര്യവും പണി ആക്കി നിർത്തിയത് വലിയ കാര്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചോദിച്ചത് പറഞ്ഞതുപോലെ അച്ഛന് വിശുദ്ധ പറയുന്നതുപോലെ പാവിനെ പോലെ വിധി പാവിനെ പോലെ വിധിക്കണം പോലെ അത് അച്ഛന് ഒരു വളരെ നല്ല സ്വഭാവമാണ്. പിന്നെ നിയോഗങ്ങളിലും കമ്മിറ്റികളും ഒക്കെ അച്ഛൻ കർക്കശമായ നിലപാട് എടുത്തുകൊണ്ട് എനിക്കിപ്പോൾ എവിടെപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ന്യൂട്ടൻസിൻ്റെ തേർഡ് ലോ പോലെ every action there is an equal and opposite reaction. ഇത് ചിലപ്പോൾ ഇവിടുത്തെ ഉള്ള ആയിരിക്കുന്നുണ്ടായിരിക്കും. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വലിയ താല്പര്യം 2022 എന്ന പരിപാടി അച്ഛനെ പറഞ്ഞാൽ പറയുന്നത് ബാക്കി അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് വളരെ ഭംഗി അങ്ങോട്ട് ബാക്കിയല്ല അത്ര ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ നല്ല നമ്മുടെ അച്ഛനായിരുന്നു. അതുപോലെ ഈ പോകുന്നതൊക്കെ ഭംഗിയായിട്ട് ശുശ്രൂഷിക്കുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധ വലിയാക്കുന്ന സത്യത്തിന്റെ അച്ഛന്മാർക്ക് ഏറ്റവും പ്രാധാന്യം ഈ ഭൂമിയെ സ്വന്തം പറയുന്ന ആ വിശുദ്ധ വൈദ്യുതികളാണ്. അതാണ് നമ്മളെ ആകർഷിക്കുന്നതും ഇവിടെ വേണ്ടി ആകർഷിക്കുന്നതും അത് നമ്മൾ ആഗ്രഹങ്ങളോടുകൂടി അറിയുന്നതുമൊക്കെ ഈ വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന വളരെ അനുതാപത്തോടുകൂടി വളരെ ഭംഗിയോടുകൂടി ചെയ്യുവാൻ ഒരു ആഗ്രഹം നമുക്ക് ലഭിച്ചു. വായിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട് വികാരി സമുദായം നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടില്ല. ഓരോ ദേവനും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ പള്ളിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ അച്ഛന്മാരെയും യാത്രയെ നമുക്ക് എല്ലാതായ ദുഃഖമൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഈ 3 വർഷം മാറുന്നതാണ്. പക്ഷെ പള്ളിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും ആവശ്യമുണ്ട്. അച്ഛന്മാരെ ശരിക്കും അവരുടെ പ്രാർത്ഥനയും സദസ്സും പ്രത്യേക പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് എല്ലാ യാത്ര